നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ മാഡം വിളിച്ചത്? നിരഞ്ജനെ വിശാലിനെ പിന്തുടരാൻ നമ്മൾ ആളിനെ ഏർപ്പാടാക്കിയിട്ടില്ലേ? എന്നിട്ട് അവരത് ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്നാണ് വിശ്വാസം. വിശ്വാസേ ഉള്ളൂ, ഉറപ്പില്ലേ? അതിപ്പോ ഈ കാലത്ത് ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ നിന്ന് ചതിക്കുന്നവരാ കൂടുതലും. ഇവരങ്ങനെ ചതിക്കുമെന്ന് തോന്നുന്നില്ല മാഡം. ആയിരിക്കാം, പക്ഷെ നമ്മളത് ഉറപ്പുവരുത്തണം. നമ്മൾ ഏർപ്പാടാക്കിയവരും നിരഞ്ജനും തമ്മിൽ ഒന്നിച്ചെന്ന് വിചാരിക്കേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിക്കൂ? സംഭവിക്കും, സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ മണ്ടന്മാരാവാതെ നോക്കണം. നിങ്ങൾ വേണം അതിന് മുൻകൈ എടുക്കാൻ. എന്താ വേണമെന്ന് മാഡം പറഞ്ഞു, ഞാൻ അനുസരിക്കാം. നിരഞ്ജനെ ഫോളോ ചെയ്യാൻ ആളെ ഏർപ്പാടാക്കിയിട്ടില്ലേ? അതെ. അവരെ കൈമളി നിരീക്ഷിക്കണം. എങ്ങാനും വഴിമാറി സഞ്ചരിക്കുന്നെന്ന് തോന്നിയ ആ നിമിഷം വിവരം എന്നെ അറിയിക്കണം. ഇനിയൊരു ചതി നമുക്ക് സംഭവിച്ചൂടാ. അറിയാലോ ശരത്ത് ചെയ്തെന്താന്ന്. അതൊരു പാഠമായിരിക്കണം. ശരി മാഡം, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആദ്യമായിട്ടാ എന്നെ ഒരാൾ തോൽപ്പിച്ചത്. ശരത്തായിരുന്നത്. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാ അങ്ങനെ സംഭവിച്ചത്. ഇനിയൊരു അബദ്ധം പറ്റരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. മാഡം പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. അത് ശരി, അപ്പൊ ഇതൊന്നും കഴിച്ചില്ലേ? മരുന്ന് കഴിക്കാതെ എങ്ങനെ ശരവണ അസുഖം മാറുന്നേ? എനിക്ക് അസുഖമൊന്നും ഇല്ല ഡോക്ടറെ. എന്ന് ശരവണൻ തോന്നുന്നതല്ലേ? ഇവിടെ വരുന്ന എല്ലാ രോഗികളും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? അവർക്കൊരു അസുഖം ഇല്ലെന്ന്. ഈ അസുഖത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് അസുഖം ഇല്ലാന്ന് തോന്നും. എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആരാണോ ഞാനൊരു രോഗിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആളിന്റെ ആഗ്രഹം നടക്കില്ല ഡോക്ടറെ. അതൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. ആദ്യം മരുന്ന് കഴിക്കും ശരവണ. മരുന്ന് കഴിച്ച് നല്ല മിടുക്കനായിട്ട് ഇരിക്കണം. അസുഖം മാറി എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടതല്ലേ? പോണം, പോകും. അതോർത്ത് ആരും ബുദ്ധിമുട്ടുണ്ടാ. ഞാൻ റൗണ്ട്സിന് ഇറങ്ങിയതാ. ഞാൻ ഇപ്പം തിരിച്ചു വരും. അപ്പോഴീ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അതപ്പം പറയാം. തൻ്റെ തന്നെ ഗുണത്തിനാ ഞങ്ങളീ നിർബന്ധിക്കുന്നേ. അതാദ്യം മനസ്സിലാക്കുക. അതെ, ഒരു കാഴ്ച കാണണമെങ്കിലേ ദേ അങ്ങോട്ട് നോക്കി. അമ്മ ചുരിദാറിടാൻ തുടങ്ങിയോ? ഇതെന്ന് മുതലാ? ഇപ്പൊ മുതല്. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായോ? അതെ, അമ്മ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാ. സർക്കാർ ജോലി കിട്ടുമ്പോ കമ്പ്യൂട്ടർ അറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? ഓ, അപ്പൊ നല്ല ദീർഘവീക്ഷണം ഉണ്ടല്ലോ അമ്മയ്ക്ക്. എല്ലാത്തിന്റെയും പിന്നിലേ ആ ഒറ്റൊരുത്തനാ ശരത്ത്. അവനെ അമ്മയെ കൊണ്ട് ഈ കോമാളി വേഷമൊക്കെ കെട്ടിക്കുന്നെ. അവൻ പറയുന്നത് കേട്ട് തുള്ളാൻ അമ്മയെ. കമ്പ്യൂട്ടർ പഠിക്കുന്നതാണ് എന്താ കുഴപ്പം? പഠിച്ചോട്ടെ, പക്ഷെ അത് നല്ല ഉദ്ദേശത്തോടാവണമെന്ന് മാത്രം.
എന്തിനാടി തുറച്ചു നോക്കുന്നേ? എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അല്ല, അമ്മ ഞങ്ങളെ നാണം കെടുത്തിട്ട് അടങ്ങുമല്ലേ? ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാ. അതിന് നിനക്കെന്താ? അമ്മയ്ക്ക് ആ ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ കിട്ടിയാല്? എനിക്ക് തന്നെ അത് കിട്ടും. എന്നേ ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? എനിക്കും അറിയാം നിയമമൊക്കെ. ആ, അല്ല, ഈ ചുരിദാറേ ഇതെന്റെ അല്ലേ? അതിനിപ്പോ എന്താ? എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. ചുരിദാർ ഇട്ടപ്പോഴാ അതിന്റെ ഗുണം എനിക്ക് മനസ്സിലായത്. പ്രായം ശരിക്കും കുറഞ്ഞ പോലെ ഇല്ലേ? പിന്നെ സൗകര്യവും. സാരി മാറ്റി സ്ഥിരം ചുരിദാർ ആക്കിയാലോ എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നെ. അല്ല, ഷോർട്സ് അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നേ. അതിടുന്നതായിരിക്കും നല്ലത്. കളിയാക്കൊന്നും വേണ്ട. എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ വിചാരിച്ച ഷോർട്സും ഇടും. കാണണോ? ഇനി എന്റെ കാലവടി വരാൻ പോകുന്നേ. ഇത്രയും കാലം ഞാൻ അടുക്കളയിൽ കിടന്ന് നരകിച്ചില്ലേ? ഇനി ഞാനൊന്ന് വിലസാൻ പോവാ. ചുരിദാറിട്ട് മാത്രമല്ല, ഞാനിനി ഡ്രൈവിംഗും പഠിക്കും. ഒരു കാറും എടുക്കും. എന്നിട്ടേ കാറും ഓടിച്ചൊരു പോക്കുണ്ട്. അല്ല, വണ്ടി ഇടിച്ചതാ. നിനക്ക് അസൂയയാ? അല്ലെങ്കിലും അമ്മമാര് നന്നാവുന്നത് കാണുമ്പോ ചില മക്കൾക്ക് ഇത് പതിവാ. കണ്ണുകടി. ഇതിനെ മരുന്നില്ല. ആരാടി നീ? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനേ അമ്മേ. പാർവതിയായിരുന്നോ? ഞാൻ കരുതി വേറെ ആരോ ആണെന്ന്. ഇതെന്താടി ഈ വേഷത്തില്? കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോവോ അമ്മേ? എങ്ങനെയുണ്ട് ശരത്ത് മോനെ? നന്നായിട്ടുണ്ടമ്മേ. അല്ല, ഏത് സ്ഥാപനത്തിലാ നീ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നേ? ചേർന്നിട്ടില്ല, ഇന്ന് ചേരും. സ്ഥാപനമൊക്കെ ശരത്താ നിശ്ചയിക്കുന്നത്. പേര് കേട്ട സ്ഥാപനം വെച്ചാ അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉണ്ട്. കാശ് വല്ലതും കൊടുത്തായിരുന്നു? ഫീസ് ഇല്ല. എന്തേ? കൊടുക്കാറുണ്ട്. നന്നായി. കൊടുത്തിരുന്നെങ്കിലേ ആ കാശ് പോയ. അതെന്താ? നീ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നില്ല. പോകുന്നില്ലേ? ഇല്ല. അതെന്താ പോയാല്? പോകുന്നില്ല, അത്ര തന്നെ. അച്ഛാ, ഇത് ജോലിക്ക് വേണ്ടിയാ പഠിക്കുന്നത്. അതിന് ജോലി കിട്ടിയാലല്ലേ.